കേരളത്തിൽ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്ത ശേഷം മുകുന്ദൻ നടത്തിയിട്ടുള്ള സമര പോരാട്ടങ്ങൾ നിരവധിയാണ്. അതെല്ലാം തന്നെ ചെറുതും വലുതുമായ മർദ്ദനങ്ങളിലാണ് അവസാനിച്ചിട്ടുള്ളത്. മുകുന്ദന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് ഇന്നോ ഇന്നലെയോ അല്ല. ഹൈസ്കൂൾ പഠനകാലത്ത് തന്നെ വിദ്യാർത്ഥികളുടെ എല്ലാ സമരമുഖങ്ങളിലും മുകുന്ദൻ എന്ന കുട്ടി നേതാവ് നേതൃസ്ഥാനത്തുണ്ടായിരുന്നു. വളർന്നപ്പോൾ എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെയും മുകുന്ദൻ സ്നേഹിക്കാൻ തുടങ്ങി. ഫിഡൽ കാസ്ട്രോയാണ് ആരാധ്യ നേതാവ്. ക്യൂബ മാതൃരാജ്യം പോലെയാണ്. അതുകൊണ്ട് കിട്ടിയ ഓമന പേരാണ് ക്യൂബ മുകുന്ദൻ. ഈ സമരം കുത്തകക്കാരനായ കുഞ്ഞുണ്ണി മുതലാളിയുടെ തുകൽ ഫാക്ടറിക്കെതിരായാണ്. പരിസ്ഥിതി മലിനീകരണം തടയാതെ ഫാക്ടറി പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നാണ് മുകുന്ദന്റെയും കൂട്ടരുടെയും തീരുമാനം. സമരക്കാരെ അടിച്ച് പദം വരുത്തി മുഖ്യ തുരപ്പന്മാരെയൊക്കെ പോലീസ് പൊക്കിയെടുത്തോണ്ട് പോയിട്ടുണ്ട്. ഇതാണ് തുകൽ ഫാക്ടറി ഉടമസ്ഥൻ കുഞ്ഞുണ്ണി മുതലാളി. ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും അധികാരത്തിന്റെ ഇടനാഴികളിൽ നുഴഞ്ഞു കയറാൻ മിടുക്കൻ. ഗൾഫിലും ഇയാൾക്ക് വേരുകളുണ്ട്. ഫാക്ടറിക്ക് മുമ്പിൽ ധർണ നടത്തിയ സഖാക്കളെ പോലീസ് മർദ്ദിച്ചു. ഇവിടെ വിവരം കിട്ടി രാവണി മാഷേ. 5-10 സഖാക്കൾക്ക് നല്ല പരിക്കുണ്ടെന്നാ കേട്ടത്. മുകുന്ദനൊക്കെ ആസ്പത്രിയിലാ. അതും ഞാൻ അറിഞ്ഞു. ധർണയുടെ നേതൃത്വം അവനായതുകൊണ്ട് പോലീസ് കൂടുതൽ ശ്രദ്ധയോടെ അവനെ തല്ലിക്കാണും. എനിക്ക് അവനെ കുറിച്ച് അഭിമാനമേ ഉള്ളൂ. ഒരു നല്ല കാര്യത്തിന് വേണ്ടി സമരം ചെയ്തിട്ടാണല്ലോ മർദ്ദനമേറ്റ് ആശുപത്രിയിലായത്. മാഷ് ഇരിക്കെ. ജോർജേ, എന്താ മാഷൊരു ചായ. ഇരിക്കെ. ഇത് മുകുന്ദന്റെ അച്ഛൻ സൊസൈറ്റി ഗോപാലൻ, നാട്ടുകാരുടെ ഗോപാലട്ടൻ. ദരിദ്രനായി ജനിച്ച് ദരിദ്രനായി ജീവിക്കുന്നതിൽ അഭിമാനിക്കുന്ന വിപ്ലവകാരി. ചെമ്മണ്ണൂരിൽ പാർട്ടിക്ക് അടിത്തറയുണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് ഗോപാലട്ടനായിരുന്നു. ഇതാണ് സഖാവ് കരുണൻ, പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ പുതിയ മുഖം, പാർട്ടിയിലെ ബുദ്ധി രാക്ഷസൻ. ആ ബുദ്ധിയിൽ സമരസപ്പെടുക, വിട്ടുവീഴ്ചകൾ ചെയ്യുക തുടങ്ങിയ പുതിയ സൂത്രവാക്യങ്ങളും ഉൾപ്പെടും. ഏണിപ്പടികൾ കയറുമ്പോൾ താഴോട്ട് നോക്കരുത് എന്നാണ് അദ്ദേഹത്തിന്റെ ആപ്തവാക്യം. പാർട്ടി ചാനലിന് പരസ്യം പിടിക്കാൻ പോയതുകൊണ്ട് ധർണയ്ക്ക് എത്താൻ പറ്റിയില്ല. മൂന്ത എന്നും ഇങ്ങനെ അടിയും പിടിയും ഉണ്ടാക്കി നടന്നിട്ട് എവിടെ ചെന്ന് അവസാനിക്കാനാ? ഇന്നാട്ടിലെ ജനങ്ങൾക്കും പാർട്ടിക്കും മുകുന്ദന് ജീവനോടെ ഇനിയും വേണം. അതുകൊണ്ട് ഇത് ആവർത്തിച്ചുകൂടാ. അടിയന്തരമായി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്ത് ചെയ്യാൻ? ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ. ഞങ്ങളെ തല്ലിച്ചവന്റെ ഫാക്ടറി ഞങ്ങൾ തീയിട്ട് ചുട്ട് കരിക്കും. അതൊന്നും പ്രായോഗികമായ മാർഗമല്ലാൻ പറ. കുഞ്ഞുണ്ണി മുതലാളി ദുബായിൽ നിന്ന് എത്തിയിട്ടുണ്ട്. പാർട്ടിക്ക് നാണക്കേടുണ്ടാകാത്ത വിധം ഒരു അമിക്കബിൾ സൊല്യൂഷൻ എത്രയും വേഗം ഉണ്ടാക്കണം. നമ്മൾ കൂട്ടായിട്ടെടുത്ത തീരുമാനമല്ലേ, എന്നിട്ട് ഇപ്പോഴെന്താ ഒരു കോംപ്രമൈസിന്റെ ഭാഷ? പാർട്ടി സഖാക്കളെ കൊലയ്ക്ക് കൊടുക്കാൻ ഇത്തിരി വിഷമമുണ്ട്. കഴിയുമെങ്കിൽ സമാധാനപരമായി തീർക്കാനാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം. എന്തായാലും ഇവിടുന്ന് ഇറങ്ങിയാൽ ഉടനെ നമ്മൾ അയാളെ കാണുന്നു. ഒന്ന് ശ്രമിച്ചു നോക്കാം. എന്തു പറയുന്നു? ഇറങ്ങട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. വരണം വരണം. ഞാൻ വന്നിട്ട് 1 മിനിറ്റ് ആയതേ ഉള്ളൂ. ഇരിക്കെ. മുകുന്ദൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഫാക്ടറി പരിസരത്തുനിന്ന് സമരക്കാരെ മാറ്റണമെന്ന് മാത്രമേ ഞാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നുള്ളൂ. പക്ഷെ അവന്മാരെ കയ്യേറ്റം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. മാറാൻ തയ്യാറല്ലാത്തവരെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവിടെ സംഘർഷം ഉണ്ടാവും, പോലീസ് മർദ്ദിക്കും എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും കുഞ്ഞുണ്ണി മുതലാളിക്കില്ല അല്ലേ? ഓട്ടെ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ മൂന്ത. സഖാവിന് തല്ല് കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഞങ്ങൾ വന്നത് കോംപ്രമൈസ് ചർച്ചയ്ക്കൊന്നുമല്ല, നിലപാട് നേരിട്ട് വ്യക്തമാക്കി തരാനാണ്. ഫാക്ടറിയുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് കിണറുകളിലെ വെള്ളം മലിനമാണ്. മാലിന്യ സംസ്കരണ സംവിധാനമില്ലാതെ ഒരു ദിവസം പോലും ഫാക്ടറി പ്രവർത്തിക്കില്ല. അത് ഞാൻ ചെയ്യാവുന്ന സമ്മതിച്ചല്ലോ, പക്ഷെ സമയമെടുക്കും. അതുവരെ ഫാക്ടറി പൂട്ടിയിട്ടാൽ വരുന്ന നഷ്ടം. ഒരു കാര്യം ചെയ്യാം, മുകുന്ദൻ നിർദ്ദേശിക്കുന്ന 10 പേർക്ക്, സഖാക്കൾ പലരും പണിയില്ലാതെ നടക്കുകയാണല്ലോ, ഞാൻ ജോലി കൊടുക്കാം. പാർട്ടിക്ക് കൈക്കൂലി മിസ്റ്റർ. ഒരു സാമൂഹ്യ വിപത്തിനെതിരെയാണ് ഈ സമരം, അല്ലാതെ തൊഴിലില്ലായ്മക്കെതിരെയല്ല. നമ്മുടെ ആളുകൾക്ക് ജോലി കിട്ടുന്ന ഒരു നല്ല കാര്യമല്ലേ മൂന്ത? സഖാവ് അങ്ങനെ സംസാരിക്കരുത്. അതല്ല, ഞാൻ സമരം നമ്മൾ വിജയിപ്പിക്കും. പക്ഷേ ഇരുപക്ഷത്തും കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകാതെ. അതിനാണല്ലോ കോംപ്രമൈസ് എന്ന് പറയുന്നത്. ധാരാളം മെമ്മോറാണ്ടങ്ങൾ സർക്കാരിലേക്ക് പോയിട്ടുണ്ട്. ഈ നാട്ടുകാരെ മാറാരോഗികളാക്കുന്ന ഒരു പരിപാടിയും അനുവദിക്കുന്ന പ്രശ്നമില്ല. കോംപ്രമൈസ് ഒന്നേ ഉള്ളൂ, എത്രയും വേഗം മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുക. അതുവരെ ഫാക്ടറി അടച്ചിടുക. കാണാം.
പ്ലാന്റ് സ്ഥാപിക്കാൻ രൂപ എത്ര വേണമെന്ന് ഈ തെണ്ടികൾക്ക് വല്ല നിശ്ചയമുണ്ടോ? താൻ എന്താ പറഞ്ഞ സമരം വിജയിപ്പിക്കണമെന്ന്? അത് പിന്നെ പരസ്യമായി തന്നെ എതിർക്കാനുള്ള ചങ്കൂറ്റം വേണം. ഇങ്ങനെ പരസ്പരം പേടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്ന് അവസാനിപ്പിക്കുന്നോ അന്നേ താനും തന്റെ പാർട്ടിയും രക്ഷപ്പെടും. ഇവനെപ്പോലുള്ളവനെ വളർത്തുന്നത് ആപത്താ. അടുത്ത തെരഞ്ഞെടുപ്പിന് ഈ റാസ്കലിനെ കാൻഡിഡേറ്റ് ആക്കാൻ ആലോചനയുണ്ടെന്നാ കേൾക്കുന്നത്. താൻ മുടിയും ചീക്കി കണ്ണടയും വെച്ച് ഇങ്ങനെ നടന്നോ? കാലിനടിയിലെ മണ്ണ് ഒഴുകിപ്പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഗോവിന്ദ. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ അത് രാഷ്ട്രീയ അബദ്ധമാകും. അവസരം വരുമ്പോ പിടിമുറുക്കുക. അവസരം വരും കുഞ്ഞുണ്ണി മുതലാളി. അച്ഛാ ഞാൻ ഇറങ്ങാണ്. ഞാൻ വരുന്നു. ഇത്രയും രാവിലെ എങ്ങോട്ടാ നീ? മേലുകാവിൽ ഇന്നാണല്ലോ വെട്ടി നിരത്തൽ. ഓ, എന്താണ് വെട്ടി നിരത്തുന്നത്? നെൽപ്പാടം നികത്തി വാഴ വെച്ചിരിക്കുകയാണല്ലോ അവിടെ. ആ വാഴ മുഴുവൻ ഞങ്ങൾ വെട്ടും. വാഴയും ഒരു കൃഷിയല്ലേ മുകുന്ന? ആയിരിക്കാം, പക്ഷെ വാഴക്കൊല കൊണ്ട് ചോറുണ്ടാക്കാൻ പറ്റില്ലല്ലോ. ദോശ, പുട്ട്, ഇഡ്ഡലി, ചോറ്, ചുരുക്കത്തിൽ മലയാളിയുടെ അടിസ്ഥാന ആഹാരത്തിന് അരി തന്നെ വേണം. നെൽപ്പാടം നികത്തിയാൽ അരിക്ക് ഇവിടെ പോകും. ആന്ധ്രാക്കാരന്റെ അരി ലോറി വരുന്നതും കാത്ത് മലയാളി വായും പൊളിച്ചിങ്ങനെ ഇരിക്കണം എന്നാണോ അച്ഛൻ പറയുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. എങ്കിൽ ആ വിഷയം വിട്ടേക്കൂ. വെട്ടിത്തരത്തിൽ പാർട്ടി നയമാണ്, നടപ്പിലാക്കിയേ പറ്റൂ. അല്ല മൂന്ന, ആ ഇ.പി. ഗോപി അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നല്ലോ, അവനെ സസ്പെൻഡ് ചെയ്തെന്ന് കേട്ടു. ആ, അച്ഛനപ്പോ സംഭവം അറിഞ്ഞില്ലേ? ഇല്ല. വെറുതെ സസ്പെൻഡ് ചെയ്തതല്ല, അവൻ മദ്യപിക്കുന്നുണ്ട് രഹസ്യമായി എന്ന് പാർട്ടിക്ക് റിപ്പോർട്ട് കിട്ടി. ജനങ്ങൾക്ക് മാതൃകയാകേണ്ട ഒരു പാർട്ടി പ്രവർത്തകൻ അങ്ങനെ ചെയ്താൽ സസ്പെൻഷൻ അല്ല, ചിലപ്പോൾ ഡിസ്മിസ് ചെയ്തൊന്നും വരും. അങ്ങനെ നോക്കിയാൽ ഒരുപാട് പേരെ ഡിസ്മിസ് ചെയ്യേണ്ടി വരുമല്ലോ. ഒരുപാട് പേര് മദ്യപിച്ചാൽ ഒരുപാട് പേരെ ഡിസ്മിസ് ചെയ്യും. റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോ വോഡ്ക കുടിക്കാത്ത നേതാക്കന്മാർ അപൂർവമായിരുന്നു. അങ്ങനെ വോഡ്ക കുടിച്ചാണല്ലോ റഷ്യയിലെ കമ്മ്യൂണിസം തകർന്നത്. അച്ഛൻ ഒന്ന് ഓർക്കണം, പാർട്ടി പിളർപ്പിന് ശേഷം, അതായത് 1964 ശേഷം നമ്മൾ റഷ്യ അംഗീകരിക്കാറില്ലല്ലോ. ആ, 64 മുമ്പ് വോഡ്ക കുടിച്ചിരുന്ന നേതാക്കന്മാരെ നമ്മൾ അംഗീകരിച്ചിരുന്നു. അത് പിന്നെ പാർട്ടിക്ക് തെറ്റ് പറ്റിയതാണ്. തെറ്റ് പറ്റിയാൽ 30 or 40 വർഷം കഴിഞ്ഞാലും പാർട്ടി അത് തിരുത്താറുണ്ടല്ലോ. ആ, അത് ശരിയാ. അങ്ങനെ വരുമ്പോ ഇന്നത്തെ വാഴ വെട്ട് തെറ്റായി പോയി എന്ന് കുറെ കാലം കഴിഞ്ഞ് ബോധ്യപ്പെട്ടാൽ ഇപ്പോ വെട്ടിയവർ തന്നെ കാണുമോ പകരം വാഴ വെച്ചു കൊടുക്കാൻ? ഈ വോഡ്ക വാഴവെട്ട് ഇത് രണ്ടും രണ്ട് വിഷയങ്ങളാണ്. അച്ഛനെ പോലുള്ള സംശയാലുക്കളുടെ എണ്ണം പാർട്ടിയിൽ വർദ്ധിച്ചു വരികയാണ്. ചിലപ്പോ പ്രായത്തിൻ്റെതാകാം. അച്ഛാ, പാർട്ടി നയങ്ങളുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും. നല്ല കാര്യം. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ചിലപ്പോ പാർട്ടി വിരുദ്ധം പറഞ്ഞ് നീ എന്നെ സസ്പെൻഡ് ചെയ്യും. അല്ലെങ്കിൽ പാർട്ടി കാര്യത്തിൽ അച്ഛനും മകനൊന്നും ഇല്ലല്ലോ. അതറിയാം. എന്താണെന്ന് അറിയില്ല, നിന്നോട് മുമ്പ് ഒരിക്കലും പറയാൻ തോന്നാത്ത ഒരു കാര്യം ഇപ്പൊ പറയണം തോന്നുക. പ്രായം കടന്നുപോയി എന്നറിയാം, എന്നാലും നീ ഒരു കല്യാണം കഴിക്കണം. കല്യാണം? അത് വേണ്ട, ശരിയാവില്ല. ഞാനും ഈ വിഷയം ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അതായത് അടിയുറച്ച ഒരു പാർട്ടി പ്രവർത്തകയെ തന്നെ കല്യാണം കഴിച്ചാലും ഭാര്യയായി കഴിഞ്ഞാൽ അവൾ ഒരു സാധാരണ മലയാളി പെണ്ണായി മാറും. വീടും ഭർത്താവും കുട്ടികളും കുടുംബമായിട്ട് അവളങ്ങ് ഒതുങ്ങും. ആ ചട്ടക്കൂടിന് പോറലേറ്റാൽ ഭർത്താവിനെ തന്നെ അവൾ ആക്രമിക്കാൻ തുടങ്ങും. അത്രയ്ക്കുള്ള രാഷ്ട്രീയ നിലപാടുകളെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കുള്ളൂ. വല്ല ചൈനയിലോ ക്യൂബയിലോ ഒക്കെ ആണെങ്കിൽ എന്താണ് അവിടുത്തെ സ്ത്രീകളുടെ രാഷ്ട്രീയ ബോധം? ഓ, അവിടം വരെ പോയി കല്യാണം കഴിക്കുക അത്ര എളുപ്പമല്ല മുകുന്ദ. ഞാൻ കാര്യമായിട്ട് പറയുക, ഞാൻ എത്ര കാലം ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല. അതെന്റെ കാര്യം ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ. ഈ പോലീസുകാർ തല്ലിക്കൊല്ലുന്നത് എപ്പോഴാണെന്ന് ആർക്കറിയാം. അച്ഛാ, പാർട്ടി പ്രവർത്തനത്തിന് കല്യാണം ഒരു തടസ്സമാണ്. അതൊന്നും നീ പറയണ്ട. പാർട്ടി സംഹിതകൾ അത്ര ഉണ്ടാക്കിയ മാർക്സ് കല്യാണം കഴിച്ചിരുന്നല്ലോ. അതിൽ അദ്ദേഹം പിന്നീട് ഖേദിച്ചിരുന്നതായി എവിടെയോ വായിച്ചത് ഓർക്കുന്നു. ഞാനത് എവിടെയോ വായിച്ചില്ല. ഇനിയിപ്പോ അത് ശരിയാണെങ്കിൽ തന്നെ ഒരു കാര്യം ചെയ്യേ, ഇപ്പൊ നീ ഒരു കല്യാണം കഴിക്ക്, എന്നിട്ട് കുറെ കാലം കഴിഞ്ഞ് ഖേദിച്ചോ. ആ മുകുന്ദ, അബ്ബാസോ, നീ എപ്പോഴാ ദുബായിന്ന് വന്നേ? ഞാൻ ഇന്നലെ എത്തി. ഇന്നലെ എത്തിയിട്ട് നീ ഇതുവരെ എവിടെയായിരുന്നോ? 1-2 ലെറ്റേഴ്സ് കൊടുക്കണ്ടായിരുന്നു. യൂത്ത് ഫെഡറേഷന്റെ വാർഷികം കണക്കാക്കി ലീവ് എടുത്തതാ. ഇപ്രാവശ്യം ഉഷാറാക്കണം. അതിന് കാശ് എത്ര ചെലവ് വന്നാലും എന്റെ വക. അങ്ങനെ ബൂർഷാ ദുബായിക്കാരന്റെ കാശ് കൊണ്ട് വാർഷികം നടത്തേണ്ട ഗതികേടൊന്നും പാർട്ടിക്ക് വന്നിട്ടില്ല. അതെന്താ മുകുന്ദ നീ അങ്ങനെ പറഞ്ഞത്? കടം മൂത്ത് ഇവിടെ നിൽക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ ഞാൻ നാട് വിട്ടത്. ദുബായിലാണെങ്കിലും ചോര നീരാക്കി പണിയെടുക്കുന്ന ഒരു തൊഴിലാളിയല്ലേ ഞാനും. നീ ആർക്ക് വേണ്ടി പണിയെടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. മൾട്ടിനാഷണൽ കമ്പനികളുടെ ആസ്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി നീ നീരാക്കുന്ന ചോര ചെമ്മണ്ണൂരിലല്ലേ നീ നീരാക്കേണ്ടത്? എവിടെ പണിയെടുത്താലും തൊഴിലാളിക്ക് അവന്റെ കൂലി കിട്ടിയാ പോരെ? ഞാൻ ഇവിടെ നീരാക്കുന്ന അതേ ചോര ദുബായിൽ നീരാക്കുമ്പോ ഉറുപ്പിയക്ക് 12 ഇരട്ടി വെച്ച് കിട്ടും.
അത് ഞാനവിടെ കുഴിച്ചു മൂടാതെ മാസം മാസം ഇങ്ങോട്ട് അയക്കണുണ്ടല്ലോ. അതുകൊണ്ട് കാര്യമായില്ല. നീ എന്തിനാ മുകുന്ന അബ്ബാസിന്റെ മെക്കെട്ട് കയറുന്നേ? അവൻ ദുബായി പോയെന്ന് വെച്ച് ബൂർഷയൊന്നും ആവില്ലല്ലോ. ഞാൻ ഇവനെ ഒന്ന് പരീക്ഷിച്ചതല്ലേ, പഴയ വീര് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്ത് രാമകൃഷ്ണ വക്കീൽ വിളിച്ചിരുന്നു. ഫാക്ടറി പൂട്ടാൻ സർക്കാർ ഉത്തരവായി. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. പൂട്ടിച്ചേ പൂട്ടിച്ചേ. എന്താ പക്ഷേ? കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ മാനേജർ കൃഷ്ണവാര്യർ വന്നിട്ടുണ്ട്. അച്ഛനെ കാണാനാണോ? കണ്ടോട്ടെ. അതല്ല, വേറെന്തോ കാര്യം പറയാനാ. അച്ഛൻ എങ്ങനെയുണ്ട്? അതേ അവസ്ഥ തന്നെ. എന്താ വരേ? അല്ല, ഈ സമയത്ത് ഞാനിതിവിടെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. സൊസൈറ്റിയും ബാങ്കും ഒക്കെ പാർട്ടിയുടെ ആണെങ്കിലും ബാങ്കിലെ മാനേജർ എന്ന നിലക്ക് എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഇടയ്ക്കെപ്പോഴെങ്കിലും ബോധം തെളിഞ്ഞപ്പോ മറ്റേ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്ത് കാര്യം? നെല്ല് സംഭരിച്ച് അരിമില്ല് തുടങ്ങാൻ വെച്ച ഫണ്ടിൽ നിന്ന് എടുത്ത കാശാണല്ലോ. ആര് കാശെടുത്തു? സൊസൈറ്റിയുടെ എന്തോ അത്യാവശ്യത്തിന് ഗോപാലേട്ടൻ ബാങ്കിൽ നിന്ന് 20 ലക്ഷം രൂപ എടുത്തിരുന്നല്ലോ. സൊസൈറ്റിയുടെ അത്യാവശ്യത്തിനോ? അങ്ങനെ ഒരു കാശിന്റെ ആവശ്യം വന്നിട്ടില്ലല്ലോ. ഇന്നലെ വരെയുള്ള കണക്കുകളൊക്കെ ഞാൻ നോക്കിയതാണല്ലോ. അതെനിക്കറിയില്ല. ബാങ്കിൽ നിന്ന് പിൻവലിച്ചതിന് ബാങ്കിൽ തെളിവുണ്ട്. സൊസൈറ്റിയുടെ ആവശ്യത്തിന് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ഗോപാലേട്ടൻ ആ പണം എന്ത് ചെയ്തു? മുകുന്ദനോട് ഇതിനെപ്പറ്റി വല്ലതും പറഞ്ഞിട്ടുണ്ടോ? എനിക്കൊന്നും അറിയില്ല. ഇതൊരു പുലിവാലമല്ലോ. അപ്രതീക്ഷിതമായ ഒരാഘാതമായിരുന്നു പാർട്ടിക്കത്. ആദർശവാനായ സൊസൈറ്റി ഗോപാലൻ ഈ തുക എന്തു ചെയ്തു? ചർച്ചകളും അന്വേഷണങ്ങളും നടന്നു. ഒടുവിൽ ഗോപാലനെതിരെ കടുത്ത നടപടികളെടുക്കാൻ പാർട്ടി തീരുമാനിച്ചു. ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവമാണിത്. ആരാണ് ഈ സൊസൈറ്റി ഗോപാലേട്ടൻ? ജന്മിത്വം കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടത്തിൽ പാർട്ടിക്ക് വേണ്ടി നിർഭയം പോരാടിയ മനുഷ്യൻ. സത്യത്തിൽ ഈ ചെമ്മണ്ണൂരിലെ പാർട്ടി സ്ഥാപകൻ. സൊസൈറ്റി പ്രസ്ഥാനങ്ങളിലൂടെ നിരവധി കർഷക സമരങ്ങളിലൂടെ പാർട്ടിക്ക് അടിത്തറയുണ്ടാക്കിയ ആ മനുഷ്യനെ അതേ പാർട്ടി തന്നെ ഇപ്പൊ പുറത്താക്കുമെന്ന് വെച്ചാൽ? അതും ഗോപാലൻ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോ. പാർട്ടി നിയോഗിച്ച കമ്മിറ്റിയുടെ അന്വേഷണത്തിൽ ആ തുക സൊസൈറ്റിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടില്ല. അപ്പോൾ സൊസൈറ്റി ഗോപാലൻ ആ തുക ദുരുപയോഗം ചെയ്തു എന്നല്ലേ അർത്ഥം? പിന്നെന്തിന് നമ്മള് അദ്ദേഹത്തെ വെള്ളപൂശാൻ ശ്രമിക്കണം? ഗോപാലേട്ടന് വേണ്ടി ഈ തുക മറ്റാരെങ്കിലും ബാങ്കിൽ അടച്ചാൽ ഈ പുറത്താക്കൽ നടപടി ഒഴിവാക്കാൻ സാധിക്കില്ലേ? സമുന്നതനായ ഒരു നേതാവിനെ സംരക്ഷിക്കേണ്ട ചുമതല പാർട്ടിക്കില്ലേ? ഇത് പുറത്തറിഞ്ഞാൽ പാർട്ടിയുടെ ഇമേജ് എന്താകും? പാർട്ടിയുടെ ഇമേജ് വർദ്ധിക്കുകയുള്ളൂ. തെറ്റാര് ചെയ്താലും പാർട്ടി അയാളെ ശിക്ഷിക്കും എന്ന സന്ദേശമാണ് ജനങ്ങൾക്ക് കിട്ടുക. ബാങ്കിലെ തുക ആരടയ്ക്കുന്ന പറയണത്? പുറത്താക്കൽ നടപടി നിർത്തിവെച്ചാൽ അതിനെപ്പറ്റി ആലോചിച്ചാൽ പോരെ? ചിലപ്പോ കുഞ്ഞുണ്ണി മുതലാളി സഹായിച്ചാൽ. പക്ഷേ ഫാക്ടറി പ്രശ്നത്തിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അതൊരു കാരണവശാലും നടക്കില്ല. സെക്രട്ടറി എന്ന നിലയിൽ ശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കാണ്. അദ്ദേഹത്തിന്റെ മകൻ എന്ന നിലയ്ക്ക് ആ കടബാധ്യതയും ഞാൻ ഏറ്റെടുക്കുന്നു. അങ്ങനെ നിനക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന തുകയാണോ മൂന്നത്? ഏറ്റെടുത്തല്ലേ പറ്റൂ. പക്ഷെ കടം വീട്ടുന്നത് വരെ പാർട്ടി എനിക്ക് ലീവ് അനുവദിക്കണം. ബാങ്കിൽ നിന്ന് ഒരു സാവകാശം വാങ്ങി തരികയും വേണം. അങ്ങനെയാണെങ്കിൽ ഗോപാലൻ എന്തിനു പുറത്താക്കണം? ചെറുപ്പകാലം തൊട്ടേ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എനിക്കറിയാവുന്നതുപോലെ ഗോപാലൻ ഇവിടെ ആർക്കും അറിയില്ല. പുറത്താക്കാൻ നടപടി അംഗീകരിക്കാൻ എനിക്കാവില്ല. അത് രാമണ്ണി മാഷിന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇത് പാർട്ടിയുടെ തീരുമാനം. ദിവാര, പ്രമേയം വായിക്ക്. സഖാക്കളെ, പാർട്ടി നിശ്ചയിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമന പ്രകാരം സഖാവ് സൊസൈറ്റി ഗോപാലൻ എന്ന ചിറ്റയെഴുത്ത് ഗോപാലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുവാൻ ഗോപാലേട്ടൻ പോയി.